ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ചന്ദ്രഗ്രഹണമാണ് വരാൻ പോകുന്നത്. ഈ മാസം 7-ാം തീയതിയാണ് ഗ്രഹണം സംഭവിക്കുന്നത്. എന്താണ് ചന്ദ്രഗ്രഹണം? ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനെയാണ്, അങ്ങനെ പതിക്കുമ്പോൾ ചന്ദ്രൻ ഇരുണ്ടതായി കാണപ്പെടുന്നതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇത്തവണ ഗ്രഹണം തുടങ്ങുന്നത് 7-ാം തീയതി രാത്രി 9:58 മുതൽ 8-ാം തീയതി വെളുപ്പിനെ 1:26 വരെയാണ്. അതായത് 3 മണിക്കൂർ 28 മിനിറ്റ് 2 സെക്കൻഡ് സമയം. ഈ സമയത്താണ് ഗ്രഹണം സംഭവിക്കുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം ഈ ഗ്രഹണ സമയത്ത് ഭൂമിയിലെ അന്തരീക്ഷം മലിനമാകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ആ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറില്ല. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം? എന്താണ് ഭാഗവതത്തിൽ ഗ്രഹണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ വളരെ വിശദമായി നോക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പാലാഴി മഥനം. ദേവന്മാരുടെ ശാപം മാറ്റുന്നതിനായിട്ട് പാലാഴി കടയുകയാണ്. പാലാഴി കടയുന്നത് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ടാണ്. അങ്ങനെ പാലാഴി കടയുന്നതിൻ്റെ ഇടയിൽ എന്ത് കിട്ടുന്നു? അമൃതകുംഭം കിട്ടുന്നു. അമൃതകുംഭം പാലാഴിയിൽ നിന്നും പൊങ്ങി വരുന്ന ആ സമയത്ത് അസുരന്മാർ ഈ അമൃതകുംഭവുമായി പോകുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ അമൃതകുംഭവും തട്ടിക്കൊണ്ടുപോയ അസുരന്മാരുടെ കയ്യിൽ നിന്നും അമൃതകുംഭത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപമാണ് അസുരന്മാരെ പറ്റിച്ച് അമൃതകുംഭം തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഭഗവാൻ ഇതാർക്ക് കൊടുക്കുന്നു? ദേവന്മാർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഭക്തവത്സലനായ വൈകുണ്ഠപതി മായാമോഹിനി വേഷം ഉപേക്ഷിച്ചിട്ട് തൽക്ഷണം തന്നെ അമൃതം ദേവതകൾക്ക് ദാനം ചെയ്തു. അസുരന്മാരിൽ നിന്നും അമൃതവാണിയുടെ വേഷം ധരിച്ച് അമൃതം കൊണ്ടുപോകുന്നത് ഭഗവാൻ നാരായണനാണ് എന്നറിഞ്ഞ അസുരനായ രാഹു എന്ന ഛായാസുരൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷം പൂണ്ട് അമൃത ഭുജിക്കുന്നതിനായി, അമൃത സേവിക്കുന്നതിനായി ആ അവസരത്തിൽ എവിടെ എത്തിച്ചേരുന്നു? ദേവന്മാരുടെ അടുക്കൽ എത്തിച്ചേരുന്നു. അതായത് തങ്ങളുടെ അടുക്കൽ നിന്നും അമൃതം തട്ടിക്കൊണ്ടു പോകുന്നത് നാരായണനാണ് എന്ന് മനസ്സിലാക്കിയ ഛായാസുരൻ എന്ന അസുരൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷം സ്വീകരിച്ചിട്ട് എവിടെ എത്തിച്ചേരുന്നു? ദേവന്മാരുടെ അടുക്കൽ എത്തിച്ചേരുകയും അവർ അമൃതം ഭക്ഷിക്കുവാനായി, അതായത് ദേവന്മാർ അമൃതം ഭക്ഷിക്കുവാനായി ഇരിക്കുന്ന അവസരത്തിൽ വാതിലിൻ്റെ പുറത്തു വന്നു നിന്നുകൊണ്ട് യാചിക്കുകയാണ്. എന്താണ് യാചിച്ചത്? ഹേ പുണ്യവാന്മാരെ, നിങ്ങൾ കഴിക്കുന്ന അമൃതിൻ്റെ ഒരംശം ഈ വൃദ്ധനും കൂടി തരേണമേ. ദേഹസ്വാധീനമില്ലാത്തതുകൊണ്ട് ആ പുണ്യാമൃതം ലേശം കഴിച്ചാൽ ഒരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദയവു തോന്നി അല്പം തരയണമേ. ഇങ്ങനെയാണ് വൃദ്ധ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വന്നു നിന്ന് ഈ ഛായാസുരൻ എന്ന അസുരൻ ചോദിക്കുന്നത്. ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ ചോദിച്ചാൽ കൊടുക്കണം എന്നാണ് പഴയ കാലത്തെ ഒരു വിശ്വാസം. അതനുസരിച്ചിട്ടാണ് ബ്രാഹ്മണ വേഷം, അതായത് രോഗിയായ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷം പൂണ്ട് അവിടെ വന്നു നിന്ന് ചോദിക്കുന്നത്. ദേവന്മാർക്ക് ദയവ് തോന്നുകയും തങ്ങൾ ഭക്ഷിക്കുന്നതിനു മുമ്പ് തന്നെ അമൃതത്തിൻ്റെ ഒരംശമെടുത്ത് ആ വൃദ്ധ ബ്രാഹ്മണന് അവർ നൽകുകയും ചെയ്തു. കമലാകാന്തൻ്റെ കൽപ്പനയനുസരിച്ച് ശത്രുവിനെ വധിക്കുന്നതിനായിട്ട് ഏതെങ്കിലും ശത്രുക്കൾ അവിടേക്ക്, അതായത് അമൃത് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്
ഗോപുരത്തിൻ്റെ ദ്വാരത്തിൽ നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർ ആ സമയം അവിടേക്ക് ഓടി വന്നു. സൂര്യചന്ദ്രന്മാരെ കാവൽ നിർത്തിയിട്ടാണ് അമൃത് ഭക്ഷിക്കുന്നതിനായി എല്ലാവരും ഇരുന്നത്. ആ സമയത്താണ് തങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂര്യനും ചന്ദ്രനും അവിടേക്ക് ഓടി വന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, അയ്യോ അബദ്ധം പറ്റിപ്പോയി, ഇവൻ ബ്രാഹ്മണനല്ല, പാപിയായ അസുരനാണ്. ഇവൻ്റെ വായിൽ ദംഷ്ട്രങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് അവിടെ നിന്നും മുറുക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് ആര്? സൂര്യചന്ദ്രന്മാർ. സൂര്യനും ചന്ദ്രനും തടയുന്നു. ഇത് കേട്ടതും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തു ചെയ്യുന്നു? നാരായണൻ അനന്തശയനൻ എന്തു ചെയ്യുന്നു? തൻ്റെ സുദർശനം എടുത്തിട്ട് അവൻ്റെ കഴുത്തിൻ്റെ നേർക്ക്, ആ വൃദ്ധബ്രാഹ്മണൻ്റെ രൂപം പൂണ്ടു നിന്ന അസുരൻ്റെ കഴുത്തിൻ്റെ നേർക്ക് എറിയുകയാണ്. പക്ഷേ ആ സമയം കൊണ്ട് അമൃത് ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അമൃതിൻ്റെ ഒരംശം കണ്ഠത്തിൽ തങ്ങിയിരുന്നതിനാൽ അവൻ്റെ കഴുത്ത് അറ്റുപോയെങ്കിലും തലയും ഉടലും വേർപെടാതെ ഒരു പാമ്പിനെ പോലെ നിലത്തു വീണ് അവൻ ഇഴഞ്ഞു. തൊണ്ടയിൽ അമൃതിൻ്റെ അംശം പറ്റിയിരുന്നതിനാൽ അവന് മരണം സംഭവിച്ചില്ല, തലയ്ക്ക് ജീവനുണ്ടായി. ഉദരത്തിൽ അമൃതം പ്രവേശിച്ചിരുന്നതുമില്ല, അതുകൊണ്ട് ഉടലിന് ജീവനില്ലാതെയും വന്നു. കാരണം കഴുത്തുവരെ ഈ അമൃത് എത്തിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തല മുറിച്ചിട്ടും കണ്ഠം മുറിച്ചിട്ടും തലയ്ക്ക് ജീവൻ വന്നു. അങ്ങനെ ഉടലിന് ജീവനില്ലാതെയും വന്നു. ആ അസുരൻ്റെ പേര് രാഹു എന്നാണ്. ആ അസുരൻ്റെ പേര് എന്തായി മാറി? രാഹു എന്നായി മാറി. ജീവനില്ലാത്തതും എന്നാൽ തലയിൽ നിന്നും വേർപെടാത്തതുമായ ഉടലിന് കേതു എന്നു പേരും സിദ്ധിച്ചു. അങ്ങനെ ആ അസുരൻ എന്തായി മാറി? രാഹുവും കേതുവുമായി മാറി. തലഭാഗത്തിന് എന്ത് വന്നു? രാഹു എന്നും ഉടൽ ഭാഗത്തിന് കേതു എന്നു പേരും സിദ്ധിച്ചു. തന്നെ ഒറ്റിക്കൊടുത്തതു മൂലമുള്ള വൈരാഗ്യം തീർക്കുന്നതിനായി ആ അസുരൻ അമാവാസി ദിവസം സൂര്യനെയും പൗർണമി ദിവസം ചന്ദ്രനെയും ആക്രമിക്കാറുണ്ട് എന്ന് ഭാഗവതം പറയുന്നു. അതാണ് സൂര്യഗ്രഹണമെന്നും ചന്ദ്രഗ്രഹണമെന്നും ഭാഗവതം പറയുന്നു. അതിനുശേഷം ദേവതകൾ ഭക്തിയോടുകൂടി അമൃത് സേവിച്ച് ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്നും മോചിതരായി എന്നും പറയുന്നു. ഇതാണ് പുരാണത്തിൽ പറയുന്ന ചന്ദ്രഗ്രഹണത്തിൻ്റെയും സൂര്യഗ്രഹണത്തിൻ്റെയും കഥ. അപ്പോൾ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് ഈ ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകളെ പറ്റിയിട്ടാണ് പറയുന്നത്. കാരണം അവരുടെ വയറ്റിനകത്ത് എന്തുണ്ട്? ഒരു കുഞ്ഞുണ്ട്. ഈ ഗർഭിണികൾ ഈ ഗ്രഹണ സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നുണ്ട്. അവർ തുണി തയ്ക്കരുത് എന്ന് പറയുന്നുണ്ട്. തുണി മുറിക്കരുത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ദോഷം സംഭവിക്കുമെന്നാണ് വിശ്വാസപ്രകാരം പറയുന്നത്. അതുപോലെ സാധാരണ മനുഷ്യരുടെ കാര്യമാണെങ്കിൽ എണ്ണ തേക്കരുത്, വെള്ളം കുടിക്കരുത്. ആ സമയത്ത് എന്തിനു പറയുന്നു? മലമൂത്രങ്ങൾ പോലും വിസർജിക്കാൻ പാടില്ല. കാരണം അതിനുവേണ്ടി പഴയ കാലത്ത് പുറത്തിറങ്ങിപ്പോയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും മിക്ക ആളുകളുടെയും വീട്ടിൽ എന്തുണ്ട്? മുറിക്കകത്ത്, വീടിനകത്ത് ബാത്റൂം സൗകര്യങ്ങളുണ്ട്. പഴയ കാലത്ത് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പറമ്പിലൊക്കെ പോയിരുന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. മുടി ചീകരുത് എന്ന് പറയും, പല്ലു തേക്കരുത് എന്ന് പറയും, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറയും. കാരണം പണ്ട് ഈ മുടി ചീകുന്നതും പല്ല് തേക്കുന്നതും ഒക്കെ ഒരുപക്ഷെ മുറ്റത്ത് നിന്ന് ചെയ്യുന്നത് കൊണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ഒഴിവാക്കി ആ സമയത്ത് നാമം ജപിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ആ സമയത്ത് എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് സാധാരണ, അതായത് വൃദ്ധന്മാർ, കുട്ടികൾ, രോഗികൾ, ആ ആളുകളൊക്കെ, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ഗ്രഹണം സംഭവിക്കുന്നത് 7-ാം തീയതി രാത്രി 9:58 പോലും ഈ കുട്ടികളും വൃദ്ധന്മാരും രോഗികളും ഏകദേശം ഭാരതത്തിൽ 6:27, അതായത് സന്ധ്യ മുതലേ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഗ്രഹണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷത്തിൽ
മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ പുറത്തിറങ്ങാൻ പാടില്ല. അവർക്ക് ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കുട്ടികൾ, വൃദ്ധന്മാർ, രോഗികൾ ഇവർക്കൊക്കെ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളാണ്. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ എല്ലാവരും ആഹാരം കഴിക്കുന്നത്, അതായത് പ്രത്യേകിച്ച് 6:27 മുമ്പ് തന്നെ എല്ലാവരും അത്താഴമൊക്കെ കഴിച്ച് അവനവൻ്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് എല്ലാവരും ഇരുന്ന് പിന്നീട് അങ്ങോട്ടുള്ള സമയം നാമജപത്തിനായി മാറ്റിവെക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊക്കെ ഹിന്ദുമത വിശ്വാസപ്രകാരം പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയാം. ഗ്രഹണ സമയത്ത് ക്ഷേത്രങ്ങൾ തുറക്കാറില്ല. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളുക. ഈ സമയം ഒന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഹിന്ദുമത വിശ്വാസപ്രകാരം ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ ആഹാര സാധനങ്ങളൊക്കെ പഴയ കാലത്ത് ഈ ഗ്രഹണ സമയത്തിന് മുമ്പ് തന്നെ കഴിക്കും. ഈ ഗ്രഹണ സമയത്ത് നമ്മുടെ വീട്ടിൽ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ അച്ചാറുകൾ, അതുപോലെ ധാന്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കാണും. അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കാരണം അതൊന്നും എടുത്ത് കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങളുടെ ആ പാത്രത്തിനകത്ത്, അതായത് അച്ചാറ് സൂക്ഷിക്കുന്ന ആ ഡെപ്പിക്ക് അകത്ത് അല്ലെങ്കിൽ കുപ്പിക്കകത്ത്, ഭരണിക്കകത്ത്, അതുപോലെ അരി, ഗോതമ്പ്, പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുമല്ലോ ഓരോ പാത്രങ്ങളിലിട്ട്. ആ പാത്രങ്ങളിലൊക്കെ പഴയ കാലത്ത് ആളുകൾ ആ പാത്രങ്ങൾക്കകത്ത് പണ്ടത്തെ കാലത്ത് തുളസിയില പറിച്ച് ഇടാറുണ്ട്. എന്നിട്ട് പിന്നീട് ഗ്രഹണം കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ തുളസിയില എടുത്ത് മാറ്റാറുണ്ട്. അതായത് ഈ ദോഷം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് സഹായിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ കുശപ്പുല്ല് എന്ന് പറഞ്ഞൊരു തരം പുല്ലുണ്ട്. ആ പുല്ലും അതുപോലെ തന്നെ ഇതുപോലുള്ള ധാന്യങ്ങളുടെയും അച്ചാറിൻ്റെയും ഒക്കെ ആ പാത്രത്തിനകത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത് ഈ ദോഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഹിന്ദുമത വിശ്വാസപ്രകാരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നാമജപം ഈ ഗ്രഹണ സമയത്ത് ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ വളരെ ശ്രേയസ്കരമാണ്. ഭഗവതിയുടെ അപാരമായ അനുഗ്രഹം ഈ സമയത്ത് ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.